നമസ്കാരം. പിന്നെ ഒരുപാട് പേർക്ക് സംശയമുള്ള വേറൊരു പുതിയ കാര്യം ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ച കാര്യം, നമ്മൾ ഈ ഒരു ടെസ്റ്റിന് പോകുമ്പോൾ, സ്കിൽ ടെസ്റ്റ് അഥവാ തക്കമ്പിൾ ടെസ്റ്റ് എന്ന് പറയും. തക്കമ്പിൾ ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ഡോക്യുമെൻ്റാണ് കയ്യിൽ കീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ എങ്ങനെ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് സംശയപരമായിട്ട് നമ്മോട് വിളിച്ചും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പം ട്രാവൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോളൂ. താഴെ കൊടുക്കുന്ന നമ്പറിലോട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, മറുപടി കാര്യങ്ങൾ തരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് വൺ, നമുക്കൊരു സ്കിൽ ടെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് അഥവാ തക്കമ്പിൾ ടെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്കതിൻ്റെ പേയ്മെൻറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ, അപ്പം ഡ്രൈവർ ആണെങ്കിൽ പ്രൊഫഷൻ വരുന്ന പറഞ്ഞാൽ ഹൗസ് ഡ്രൈവർ ഒഴികെ എല്ലാ കാറ്റഗറിക്കും ഇപ്പോൾ എന്തുണ്ട്, തക്കമ്പിൾ ടെസ്റ്റ് ഉണ്ട്. ഹൗസ് ഡ്രൈവറിന് മാത്രമാണ് തക്കമ്പിൾ ടെസ്റ്റ് ഇല്ലാത്തത്. ഫസ്റ്റ് വൺ ലോഡിങ് അൺലോഡിങ് ലേബർ കാറ്റഗറികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രക്ക് ഡ്രൈവർ, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജ്, അതുപോലെ തന്നെ പാക്കിംഗ് ലേബർ, എല്ലാ തരത്തിലുള്ള കാറ്റഗറിക്ക് വന്നിട്ടുണ്ട്. സൗദിയിലോട്ട് പോകാൻ ഈ ടെസ്റ്റ് മസ്റ്റാണ്. ഈ ടെസ്റ്റിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5,500 നമുക്ക് ഏത് ടെസ്റ്റിനാണെങ്കിലും എന്ത് വരുന്നത്, അപ്പോയിൻമെൻറ്റ് ഫീ ആയിട്ട് വരുന്നത്. അത് പല ഏജൻസികൾ പല രീതിയിലും വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷേ 5,500 പ്രോപ്പറായിട്ട് നമ്മൾ നിയമിച്ചിട്ടുള്ള കമ്പനി പറഞ്ഞിട്ടുള്ള ഒരു റൂൾ അനുസരിച്ചുള്ള പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5,500 വരുന്നത്. അത് നിങ്ങൾ ഓൺലൈൻ ചെയ്യണം. അത് ഓൺലൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ചെയ്യാൻ നമുക്ക് വേണ്ട സംഗതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സെൽഫായിട്ട് എടുക്കാൻ കഴിയത്തില്ല. ഒന്നെങ്കിൽ അക്ഷയ മുഖേന അല്ലെങ്കിൽ ഏജൻസി മുഖേനയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു അപ്പോയിൻമെൻറ്റ് കാര്യം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട മെയിനായിട്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ണ് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ആധാറിൻ്റെ കോപ്പി വേണ്ടി വരും. ആധാറിൻ്റെ കോപ്പി എനിക്ക് ഒറിജിനലോ ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും, അത് വേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡി, നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മീൻസ് നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഥവാ ഉപയോഗിച്ചുകൊണ്ട് മെയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെയിൽ ഐ ഡി. കാരണം നമ്മുടെ റിസൾട്ടിൻ്റെ മെയിൻ വരുന്നത് പറഞ്ഞാൽ മെയിൽ ഐ ഡിയിലോട്ടായിരിക്കും വരിക. അതിൻ്റെ മെയിൻ റിസൾട്ടിൻ്റെ അപ്ഡേഷൻ വരിക, പാസ്സാണോ ഫെയിൽ ആണെന്നുള്ളത് വരിക മെയിൽ ഐ ഡിയിലോട്ടാണ്. അപ്പം വർക്കിംഗ് ആയിട്ടുള്ള മെയിൽ ഐ ഡി, അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് കിട്ടുന്ന വാട്സപ്പ് ആക്റ്റീവായിട്ടുള്ള ഒരു നമ്പറും കൂടിയാണ് നമുക്കതിൽ വേണ്ടത്. ഓക്കെ, ഇത്രയും ഡോക്യുമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും. ചില ദിവസങ്ങൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന ദിവസങ്ങളിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ചില ടൈമുകളിൽ എന്തായിരിക്കും, റഷുള്ള സമയത്ത് അവർ നിശ്ചയിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അപ്പോയിൻമെൻറ്റിൽ പോകാൻ പറ്റത്തുള്ളൂ. അത് ഓൺലൈനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഓക്കെ, പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ലോഡിങ് അൺലോഡിങ് ലേബർ, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജ് കാറ്റഗറികൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറികൾ നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കോട്ടക്കൽ എടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ വരുന്ന പറഞ്ഞാൽ ആലുവയാണ്, എറണാകുളം ആലുവയുണ്ട്, പിന്നെ ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ മുംബൈയാണ്. വലിയ ഹെവി വർക്കുകളോ കാര്യങ്ങളാകുമ്പോൾ ട്രക്ക് ഡ്രൈവർ ഇങ്ങനെയുള്ള ഹെവി കാറ്റഗറി ആകുമ്പോൾ പിന്നെ ഏജൻസികൾ റെക്കോർഡ് ചെയ്യുക, നിങ്ങൾ മുംബൈ പോയി എടുക്കാൻ ആണ് മെയിനായിട്ട് പറയുക. കാരണം അത് മുംബൈ പോയി എടുത്തെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ചിലത് പെട്ടെന്ന് പാസ്സാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ചിലത് സെറ്റിംഗ് കാറ്റഗറികൾ വരാറുണ്ട്. ഓക്കെ, ചിലത് വെച്ച് കഴിഞ്ഞാൽ ചിലവ് തിരെ SLC ഫെയിലായ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഒരു വർക്കും അറിയാത്ത കാര്യം ഒന്നും ഇതായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും, സെറ്റിംഗ് വഴി ചെയ്യേണ്ടി വരും. എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പാസ്സാവേണ്ടി വരും. അഥവാ മേ ബി എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവർ ഫെയിൽ ആവാന്നുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യും, സ്പോട്ടിൽ തന്നെ റിട്ടേൺ കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ളൊരു കാറ്റഗറിയാണ് എന്ത് ചെയ്യുന്നത്, നോർമൽ നമുക്കിതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സ്കിൽ ടെസ്റ്റിന് പോകുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, കയ്യിൽ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ചെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സമയം ഒരു 8:30 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 മണിക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എത്തിയിരിക്കണം. നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് ചില കാറ്റഗറികൾക്ക് ഇപ്പോൾ പെയിൻറ്റിങ് കാറ്റഗറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ്, അതുപോലെ തന്നെ ലോഡിങ് അൺലോഡിങ് ലേബർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ അവിടെ ഒരു 150 അതുപോലെ 200 രൂപയുടെ അടുത്ത് എക്സ്ട്രാ വരും. അത് നമ്മുടെ ഐറ്റംസുകൾ മീൻസ് അവിടെയുള്ള ജാക്കറ്റ് കാര്യങ്ങൾ, ഗ്ലൗസ് കാര്യങ്ങൾ എന്നിവ റെൻറ്റിന് എടുത്തിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ റെൻറ്റിൻ്റെ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അവിടെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ളൊരു പേയ്മെൻറ്റേ അവിടെ വരുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ ആദ്യം എടുത്ത് പോവുക. കാരണം പ്രിൻറ്റ് കാര്യങ്ങൾ എടുക്കാനുള്ള സൗകര്യം ഇല്ലാത്ത ഏരിയകളാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പിന്നെ ബുദ്ധിമുട്ടും. ഈ അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് പ്രിൻറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് പോകുന്ന സമയത്ത് കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ പറഞ്ഞ പോലെ മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഓപ്പൺ ആയിരിക്കണം. പിന്നെ ടെസ്റ്റ് കഴിഞ്ഞ് ചില സെൻറ്ററുകളിൽ തിരക്കില്ലാത്ത സെൻറ്ററുകളാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് അപ്രോക്സിമേറ്റ് 1 അവർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ റഷുള്ള ടൈമുകളിൽ അല്ലെങ്കിൽ
കാണുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ചെറിയ ഡിലേ കാര്യങ്ങൾ വരും. ഒരു ദിവസത്തെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നമുക്ക് അപ്ഡേറ്റ് ആവും. നമ്മൾ റിസൾട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും, മെയിലിൽ വരും. അതിൽ മെയിലിൽ സൈൻ ചെയ്ത് നമ്മൾ ഈ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് യൂസർ നെയിമും അതുപോലെ പാസ്വേഡ് ഉണ്ടാവും. ഇത് എന്ത് ചെയ്താൽ മതി, ചെയ്തിട്ട് എന്ത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റിസൾട്ട് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ റിസൾട്ട് എടുക്കുന്ന അപ്പോയിൻമെൻറ്റിൻ്റെ റിസൾട്ട് എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ കണക്ട് ആക്കി തരാം. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഇനി എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. മേ ബി നിങ്ങൾ ഫെയിൽ ആവാന്നുണ്ടെങ്കിൽ പിന്നെയും ഈ ഒരു 5500 രൂപ കൊടുത്തിട്ട് എക്സ്ട്രാ അപ്പോയിൻമെൻറ്റ് എടുക്കൽ നിർബന്ധമാണ്. വേറെ കാറ്റഗറി ഐറ്റം ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ കുറച്ചൊക്കെ നിങ്ങൾ അറിയുന്ന ഏജൻസികളോ അല്ലെങ്കിൽ പോയി പരിചയമുള്ള സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ മെയിനായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ടെസ്റ്റ് അടിക്കാൻ പോകാൻ. അങ്ങനെ ഒരു 5500 രൂപ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ പോവുക. അപ്പം എനിവേ എന്തെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഡെയിലി ഇങ്ങനെയുള്ള കണ്ടൻസുകൾ ആഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ.